नमस्ते मेरे प्यारे बच्चों, मेरे सभी बच्चों को मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗതം करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നാം ഇക്കായി ഏക് അല്ലേ, ഫസ്റ്റ് യൂണിറ്റിലെ 3rd ലെസൺ പക്ഷി ഓർ ദീമക് അല്ലേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് അതിലെ ആക്ടിവിറ്റീസുമായിട്ടാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ലെസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസാണ്. ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രിത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഈ ലെസണിലെ ആക്ടിവിറ്റീസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്ന മുമ്പ് ടീച്ചറിന് പറയാനുള്ളത്, ക്ലാസ് നന്നായിട്ട് ആക്ടിവിറ്റീസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ക്ലാസ് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും ടീച്ചറിൻ്റെ ക്ലാസ്സുകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് നോക്കാം. എല്ലാവരും നോട്ട്ബുക്കും പേനയും ഒക്കെ എടുത്ത് റെഡിയാകും. ദെൻ ആയിയെ മേരെ സാത്ത്. നോക്കൂ മക്കളെ, പാഠ് 3 പക്ഷി ഓർ ദീമക്. ഇതൊരു കഹാനിയായിരുന്നു. കഹാനി എഴുതിയ കഹാനിക്കാർ ആരായിരുന്നു? മുക്തിബോധ് അല്ലേ, മുക്തിബോധ്. അപ്പോൾ ഇതുപോലെ തന്നെ നോട്ട്സിൽ എഴുതുമ്പോൾ ഈ രീതിയിൽ തന്നെ നോട്ട്, എല്ലാ ലെസൻ്റെ നോട്ട് ഇങ്ങനെ തന്നെ എഴുതുക. പേരെഴുതുക, പാഠം ഏതാണെന്ന് എഴുതുക, അതുപോലെ അതിൻ്റെ പ്രോക്തി, അതിൻ്റെ റൈറ്റർ ഒക്കെ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം നയേ ശബ്ദ ഓർ അർത്ഥ്, നമ്മൾ ഇതിൽ നിന്ന് പഠിച്ച കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സ് നമുക്കൊന്ന് നോക്കാം. ദീമക് ചിതൽ, വൈറ്റ് ആൻഡ്. ഊഞ്ചായി, ഊഞ്ചായി എന്ന് പറയുന്നത് നൗണാണ്, ഉയരം, ഹൈറ്റ്. ഊഞ്ച, ഊഞ്ച മനെ വിശേഷണമാണ്, അത് അഡ്ജക്റ്റീവാണ്, ഉയരമുള്ള, ഹൈറ്റ്. ഉടിന, പറക്കുക, ടു ഫ്ലൈ. നിഗാഹ്, നോട്ടം, കാഴ്ച. ദേശ്, മൂർച്ചയുള്ള, ഷാർപ്പായിട്ടുള്ളത്. ഫനക്ക്, ചെറിയ സൗണ്ട്, ലോ വോയിസ്. ആസാനി, എളുപ്പം. ആസാൻ, മുഷ്കിൽ, ഡിഫിക്കൽട്ട്. മാലൂം ഹോന, നമുക്ക് മനസ്സിലാകുക, അറിവാകുക. പഹർ, യാമം. യാമം എന്ന് പറയുന്ന ടീച്ചർ അന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 3 മണിക്കൂർ സമയമാണ്. റോസ്, ദിവസവും, ഡെയിലി. ഖരീദിന, വാങ്ങിക്കുക. ഖരീദിനയുടെ ഓപ്പോസിറ്റ് വേർഡ് ബേച്ചിനെയാണ്, അത് ഓർത്തു വയ്ക്കുക. സമച്ചിന, ഉപദേശിക്കുക, അഡ്വൈസ്. കോശിഷ്, പരിശ്രമിക്കുക. സ്വാഭാവികം മാനെ സ്വാഭാവികമായത്. നെക്സ്റ്റ് മഹക്ക്, സുഗന്ധം, ഫ്രാഗ്രൻസ്. നൗജവാൻ, യുവാവ്. ബൈൽഗാഡി, കാളവണ്ടി. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ മക്കളെ, അത് അറിയാമല്ലോ നിങ്ങൾക്ക്. ബോര, ചാക്ക്. ചില്ലാന, വിളിച്ചു പറയുക. ഷൗക്ക്, താൽപ്പര്യം. തന, സ്റ്റെം, നമ്മുടെ മരത്തിൻ്റെ തായ്തടി. മടിയാന, ചെളി നിറഞ്ഞ. ഹർഗിസ്, ഒരിക്കലും. ഗർവ്, അഹങ്കാരം. ചട്, തിടുക്കം. ഘടന, കുറയുക, ഡിക്രീസ്. ഘടനയുടെ ഓപ്പോസിറ്റ് വേർഡ് ബഠിനയാണ്. അപ്പോൾ 2 ഓപ്പോസിറ്റ് വേർഡ് നമ്മുടെ പരിചയപ്പെട്ടു, മറക്കരുത്. ലഗാത്താർ, തുടർച്ചയായി. സന്തുലൻ, സമതുലൻ, അതായത് അതിനോടൊപ്പം നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കുക, 2 സൈഡ് ഒരുപോലെ ബാലൻസ് ചെയ്യില്ല, അത് തന്നെയാണ്. സാധന മനെ സാധ്യമാകുക. കെ ദൗരാൻ, ബിറ്റ്വീൻ, ഇടയ്ക്ക്, ഇതിനിടയ്ക്കായിട്ടുള്ളത്. മടരാന, ചുറ്റിക്കറങ്ങുക. ഡാൽ, ശിഖരം, ബ്രാഞ്ച്. സൗദ, ട്രേഡ്, കച്ചവടം. ചോഞ്ച്, ബീക്ക്, ചുണ്ട്. പർ, തൂവൽ, ഫെദർ. തോടിന്, അതിൽ നമ്മൾ പിച്ചിയെടുക്കുക, പ്ലക്ക് ചെയ്തെടുക്കുക. തക്ലീഫ്, ബുദ്ധിമുട്ട്, നമ്മുടെ കഷ്ടപ്പാട്. ബർദാസ്ത്, സഹന, നമുക്ക് എന്തും ഒരു സഹിക്കാനുള്ള ഒരിത്, ആ ഒരു ക്ഷമ. ഫുർ, പറക്കുമ്പോൾ ചിറകടിക്കുന്ന സൗണ്ടാണ്, വിങ്സിൻ്റെ സൗണ്ടാണ് ഫുർ. സഹാര, ഹെൽപ്പ്. ചട്ടാൻ, പാറക്കെട്ടാണ്. പേടോം കി ചോട്ടി, മരത്തിൻ്റെ മുകൾ ഭാഗം, അഗ്രഭാഗം. ഗുംബദ്, ഗോപുരം. ബുർജും ഗോപുരം തന്നെയാണ്, രണ്ടിനും ഒരേ മീനിങ് ആണ്. ഹഫ്ന, കിതയ്ക്കുക. കൈ, കിത്ന. ഫിസൂല്, നിരർത്ഥകം, അതായത് നമുക്ക് പാഴ്വേല, നമുക്ക് ഉപയോഗമില്ലാത്തത്. മൂർക്ക്, വെട്ടി. ഫുതുക്ത, ചാടി നടക്കുക.
ബുത്താദേന ചീറ്റ് ചെയ്യുക, കബളിപ്പിക്കുക. തുൽത്ത ക്ഷീണ ഹോന, ഇന്തസാർ പ്രതീക്ഷ, ഖാസ് ഗ്രാസ് ഗുച്ഛ, ഒരേ ഒരു സെയിം ഗ്രൂപ്പിൽ ഒരേ തരത്തിലുള്ള കുറേ വസ്തുക്കളുടെ ഒരു ഗ്രൂപ്പ്. സിമട്ടിന ചുരുങ്ങുക, ജി മനസ്സ്, മാലും അറിയുക, ഖൂബ് വേണ്ടുവോളം, മേഹനത്ത് പരിശ്രമം, ജമീൻ മണ്ണ് അല്ലെങ്കിൽ തറ, ചുന്ന നാം തിരഞ്ഞെടുക്കുക, ചുന്നമന് തിരഞ്ഞെടുക്കുക, കെ ബെജായ് പകരം, ഒന്നിനു പകരമായിട്ടുള്ള, ഇക്കട്ടാക്കറിന കളക്ട് ചെയ്യുക, ഠേർ കൂമ്പാരം, എക്കായക്ക് അപ്രതീക്ഷിതമായി, ഖുഷി സന്തോഷം, പുകാർന വിളിക്കുക, പഹച്ചാനി ആവാസ് നമുക്ക് പരിചിതമായ ശബ്ദം, രുക്കിന സ്റ്റോപ്പ് ചെയ്യുക നിൽക്കുക, ജമാക്കറിന കളക്ട് ചെയ്യുക, ബേവഖൂഫ് വിഡ്ഢി, കെ ബദലെ ഇൻസ്റ്റെഡ് ഓഫ് പകരം, ചട്പടാന നാം ദുഃഖിക്കുക, ഖൗൻ രക്തം ബ്ലഡ്, ടപക്കിന ഡ്രോപ്പായിട്ട് വീഴുക, ലക്കീർ ലൈൻ. अब हम उत्तर लिखने की ओर चलते हैं. फर्स्ट क्वेश्चन, सवाल 1, पक्षी अपने पंख देकर दीमक लेता है, यहाँ पक्षी का कौन सा मनोभाव प्रकट होता है? പക്ഷി എന്താണ് ചെയ്യുന്നത്? സ്വന്തം ചിറക് കൊടുത്തുകൊണ്ടാണ് എന്തിനെ വാങ്ങുന്നത്? ചിതലിനെ വാങ്ങുന്നത് അല്ലേ? അപ്പോൾ പക്ഷി സ്വന്തം ചിറക് കൊടുത്ത് ചിതലിനെ വാങ്ങിക്കുന്നു. ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? नौजवान पक्षी को अपने भविष्य और अस्तित्व के संबंध में कोई चिंता नहीं है. ഇവിടെ നൗജവാൻ, ഇവിടെ ചെറുപ്പക്കാരനായിട്ടുള്ള ആ പക്ഷി, ആ യുവാവായ പക്ഷിക്ക് എന്താണ്? അപ്പിനെ ഭവിഷ്യ, അവൻ സ്വന്തം ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം അസ്തിത്വം, സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചോ ഉള്ള ഒരു ചിന്തയുമില്ല. बगैर मेहनत से आसानी से मिलने वाले भोजन से संतुष्ट होने का मनोभाव उसमें है. എന്നാൽ പകരം എന്തു വേണ്ടത് ആ പക്ഷിക്ക്? മേഹനത്ത് സെ, പരിശ്രമത്തിലൂടെ അല്ലാതെ, ആസാനീസേ മിൽനെ വാലെ, എളുപ്പത്തിൽ കിട്ടുന്ന ആഹാരത്തോട്, ഭോജൻസെ ആഹാരത്തോട് സന്തുഷ്ടത കാണിക്കുന്ന മനോഭാവമാണ് ഇവിടെ പക്ഷിക്കുള്ളത് അല്ലേ? അപ്പോൾ കഷ്ടപ്പെടാതെ കിട്ടുന്നത് എന്തും സ്വന്തമാക്കുക എന്ന ഒരു മനോഭാവമാണ് ഇവിടെ പക്ഷിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? अब अगला सवाल देखें. दूसरा सवाल, दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो खरगिज नहीं दिए जा सकते. यहाँ किस सच्चाई की ओर संकेत किया गया है? അപ്പം ദീമകെ നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമായ ചിറക് ഒരിക്കലും കൊടുക്കുന്നവർ അല്ലേ, ഒരിക്കലും കൊടുക്കരുത് എന്ന് പറയുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞ ഉപദേശമാണ് ആ യുവാവായ പക്ഷിയോട്. അപ്പം ഇത് എന്തിലേക്കാണ് ഈ സത്യം ഇതെന്തിനെയാണ് ഈ സത്യം ചൂണ്ടിക്കാണിക്കുന്നത്? അപ്പം എങ്ങോട്ടാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വർത്തമാൻ ദൗർമേ സൻസാർമേ സബ് കുച്ച് ബദൽ രഹാ ഹെ, ഇന്നത്തെ കാലത്ത് ലോകത്ത് എന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റൻസിൽ ഒരുപാട് സത്യം ഒളിച്ചിരിപ്പുണ്ട്. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് തന്നെ അതിനകത്തുണ്ട്. അത് എന്താണെന്നാണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. വർത്തമാൻ ദൗർമേ സൻസാർമേ സബ് കുച്ച് ബദൽ രഹാ ഹെ, हमारे खान पान में भी इसका असर पड़ रहा है. पहले हम अपने आसपास से मिलने वाले साग सब्जी फल फूल धान दाल आदि खाया करते थे. അപ്പോൾ കാലത്തിന് വർത്തമാൻ ദൗർമ, ഇന്നത്തെ വർത്തമാന കാലത്തിൽ ലോകത്തിൽ എന്താണ്? സബ് കുച്ച് ബദൽ രഹാഹി, ലോകത്ത് എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഹമാരെ ഖാൻ പാൻ, നമ്മുടെ ഭക്ഷണ രീതിയിലും ഇതിൻ്റെ പ്രഭാവം, ഇതിൻ്റെ പ്രഭാവം നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പണ്ട് നാം എന്ത് ചെയ്യുന്നു? പണ്ട് നാം അപ്പനെ ആസ്പാസ്, നമ്മുടെ അടുത്തൊക്കെയുള്ള നമ്മുടെ ചുറ്റിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഒക്കെ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് നാം ആ ഒരു രീതിയൊക്കെ മാറിയിരിക്കുന്നു. നാം ആരെങ്കിലും പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ല. നാം എന്ത് ചെയ്യുന്നു? പൈസ കൊടുത്തെല്ലാം വാങ്ങിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? ഇവിടെ തീർന്നില്ല അതിൻ്റെ ആൻസർ. ആയേ
ആജ് ഹം അപ്നെ സ്വാഭാവിക ഭോജൻ കോ ചോടുക്കർ. അപ്പം നമ്മുടെ സ്വാഭാവികമായ ആഹാരമായിരുന്നു നമുക്ക് ചുറ്റിലും കിട്ടുന്ന ഫലമൂലാദികളെല്ലാം. പക്ഷെ അതൊക്കെ ഇന്ന് നാം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബനാവടി ചീസോം കെ പീച്ചെ ഭാഗ് രഹേ ഹേ. എന്ത് ചെയ്യുന്നു? നമ്മുടെ കൃത്രിമമായി, ബനാവടി ചീസ്മാന് കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, അതിൻ്റെ പിറകെയാണ് നാം ഇന്ന് ഓടുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും വലിയ നല്ല ആഹാരം എന്ന് വെച്ചാൽ നമ്മൾ ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ ആണെന്ന് പറയും അല്ലേ. ഇതൊക്കെ ബനാവടി ചീസാണ് അല്ലേ, സ്വാഭാവികമായ ആഹാരമല്ല, ഇതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരത്തിൻ്റെ പിറകെയാണ് ഇന്ന് നാം ഓടുന്നത്. ശുരുമേ വേ ഹമാരേ ലിയേ രോചക് വ രസീലി ലഗത്തെ ഹെ. അപ്പൊ ഇതെല്ലാം തുടക്കത്തിൽ നമുക്ക് വളരെ രുചികരവും, അതുപോലെ ശുരുമേ തുടക്കത്തിൽ, വേ ഹമാരേലി ഇവയെല്ലാം നമുക്ക് വേണ്ടി വളരെ രോചകവും രുചികരവും, അതുപോലെ രസീലി നമുക്ക് രസകരവും ഒക്കെ ആയിട്ട് ലഗത്തിഹേ തോന്നിക്കുന്നു. ലേക്കിൻ അന്തത ഉസ്കാ പരിണാം ബഡാ ഭയാനക ബൻതാഹെ. എന്നാൽ അവസാനം ഇതിൻ്റെയൊക്കെ പരിണാമം എന്തായിട്ട് മാറുന്നു? വളരെ ഭീകരമായിട്ട് മാറുന്നു. അതായത് ഇത് ശരിക്കും നമുക്ക് ദോഷത്തിലേക്കേ വരികയുള്ളൂ. ഇതൊന്നും നമുക്ക് നല്ല ഗുണം തരില്ല എന്നർത്ഥം. ശാരീരിക്, മാനസിക് ഏവ ആർത്ഥിക രൂപ സെ ഹം പര്യാപ്ത ഹോത്തെ പരാസ്ത ഹോത്തെ ഹെ. അതായത് നാം ശാരീരികമായും മാനസികമായും അവസാനം ആർത്ഥിക രൂപസെ, സാമ്പത്തികപരമായിട്ടും, അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? കുറയുന്നു. ശാരീരികമായിട്ട് നാം ബലഹീനരാകുന്നു, പരാസ്താകുന്നു. മാനസിക രീതിയിലും നാം മാനസികമായിട്ടും തളർത്തപ്പെടുന്നു. അതുപോലെ സാമ്പത്തികമായിട്ടും ഇതെല്ലാം നമ്മെ തളർത്തുന്നു. യഹാം കാ നൗജവാൻ പക്ഷി ബഹുരാഷ്ട്രീയ കമ്പനിയോം കെ ചങ്കുൽ മേ ഫസ്നെ വാലെ വർത്തമാൻ സാമാജിക പ്രതീക് ഹെ. അതാണ് ഇവിടത്തെയൊക്കെ പ്രശ്നം. ഇവിടത്തെ നൗജവാൻ പക്ഷി, ഇവിടത്തെ യുവാവായ പക്ഷി എന്താണ് മക്കളെ? ഈ കഥയിലെ യുവാവായ പക്ഷി ബഹുരാഷ്ട്രീയ ബഹുരാഷ്ട്ര കമ്പനികളുടെ ചങ്കുൽമേ ഫസ്നെ വാലെ, ബഹുരാഷ്ട്ര കമ്പനികളുടെ കൈകളിൽ അകപ്പെട്ട അല്ലെങ്കിൽ പിടിയിൽ അകപ്പെട്ടു പോയ, വർത്തമാൻ സമാജിക പ്രതീക് ഹെ, അകപ്പെട്ടുപോയ ഇന്നത്തെ സമൂഹത്തിലെ പ്രതിനിധിയാണ് നമ്മുടെ യുവാവായ പക്ഷി, നൗജവാൻ പക്ഷി. അപ്പം നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. तीसरा सवाल देखिए, पक्षी को बेवकूफ कहने के संबंध में आपकी राय क्या है? ഈ പക്ഷിയെ മണ്ടൻ അല്ലെങ്കിൽ വിഡ്ഢി എന്ന് പറയുന്നതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? നമുക്കും അത് ശരി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷിക്ക് സംബന്ധമേ പങ്ക് ഉസ്കെ അസ്തിത്വ കാ ആധാർ ഹെ. പക്ഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ള? ചിറക് അതിൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണ് അല്ലേ. അതുപോലെ അതിൻ്റെ സംരക്ഷണ കവചവുമാണ്. പക്ഷിയെ സംബന്ധിച്ച് നോക്കിയാൽ ഉസ്കെ അസ്തിത്വ ആധാർ ഹെ പങ്ക് അല്ലേ. പക്ഷിയുടെ അസ്തിത്വത്തിൻ്റെ ആധാരമാണ് പങ്ക്. അതുപോലെ സംരക്ഷണ കവചവുമാണ് എന്ത്? പങ്ക്. അതായത് ഒരു പക്ഷിക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ്? ചിറകുകൾ തന്നെയാണ്. അപ്പനെ പങ്ക് തോടുക്കർ ദേനേസെ നൗജവാൻ പക്ഷി അപ്പന അസ്തിത്വ ഹോത്താ ഹെ. അപ്പൊ ഇങ്ങനെ സ്വന്തം പങ്ക്, സ്വന്തം ചിറക് ഇളക്കിയെടുത്ത് തോടുക്കർ ദേനേസെ ഇളക്കിയെടുത്ത് കൊടുക്കുന്നത് കൊണ്ട് നൗജവാൻ പക്ഷി അപ്പന അസ്തിത്വ ഹോത്താ ഹെ, ഈ യുവാവായ പക്ഷിക്ക് സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു. अपनी गलती मालूम होने पर खोए हुए अस्तित्व को फिर से पाने का विफल प्रयास करता है. അവസാനം പക്ഷി എന്ത് ചെയ്യുന്നു? അപ്പിനി ഗലത്തി, സ്വന്തം തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും മക്കളെ കോയേ ഹുയെ ഹുയമാനെ നഷ്ടപ്പെട്ട ആ അസ്തിത്വത്തിന് ഫിർസെ വീണ്ടും പാനേക്ക നേടാനുള്ള വിഫൽ പ്രയാസ്, അതായത് ഒരിക്കലും ഫലത്തിൽ പെടാത്ത വിഫലമായ ആ ഒരു ശ്രമം ആ പക്ഷി ചെയ്യുന്നു. അതിനാണ് അവസാനം അത് എന്ത് ചെയ്തത്? ചിതലുകളെല്ലാം കുത്തിപ്പിറക്കി കൂട്ടിവെച്ചത്. അതിൻ്റെ മനസ്സിൽ അവസാനം ഒരു ചെറിയ ആഗ്രഹം ബാക്കിയുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ചിതലുകളെയൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് ചിറകുകൾ ലഭിക്കുമെന്നുള്ള ഒരു ചെറിയ ആഗ്രഹം അവസാനം പക്ഷിയിൽ അവശേഷിച്ചിരുന്നു. എന്നാൽ അത് ലഭിച്ചോ? ഇല്ല, അത് വിഫലമായി പോയി. ലേക്കിൻ വഹ് ധോക്കാ ഖാത്താ ഹെ. പക്ഷെ അവൻ അവിടെ എന്ത് ചെയ്യുന്നു? ആ വിഫല ശ്രമം പക്ഷി നടത്തുന്നു. എന്നാൽ പക്ഷി അവിടെ ധോക്ക ഖാത്താ ഹെ. ധോക്ക മാനെ ചീറ്റ് അല്ലേ, വഞ്ചന തിന്നുന്നു. അതായത് ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
പങ്ക് സബ് നഷ്ട ഹോനെ പർ വഹ അപ്പിനി ഗലത്തി സമജ്താ ഹെ. പങ്ക് എല്ലാ ചിറക് നഷ്ടപ്പെട്ടു പോയതിനു ശേഷമാണ് അവന്റെ തെറ്റ് തിരിച്ചറിഞ്ഞത്. ഇസ്ലിയെ പക്ഷി ബേവക്കൂഫി നഹെ. ഇതുകൊണ്ട് തന്നെ അവസാനം വരെ ഇത് മനസ്സിലാക്കാതെ ലാസ്റ്റ് വരെ ആ മണ്ടത്തരം ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും പക്ഷി ആരാണ്, ശരിക്കും വിഡ്ഢിയായിരുന്നു എന്ന്. अब देखिए पक्षी और दीमक कहानी का अंश पढ़ें, 1 से 3 तक के प्रश्नों के उत्तर लिखें. ഇവിടെ നമുക്ക് പക്ഷി और ദീമക് എന്ന കഥയിലെ കുറച്ച് ഒരു ചെറിയ ഭാഗം പഠിക്കാം. എന്നിട്ട് 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഒന്ന് ഉത്തരം എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, നോക്കൂ മക്കളെ. एक दिन उसके पिता ने देख लिया. ഒരു ദിവസം അവന്റെ അച്ഛൻ കണ്ടു. उसने समझाने की कोशिश की. നമ്മുടെ പക്ഷിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പറഞ്ഞ സെന്റൻസ് ഒക്കെ നാം ടെക്സ്റ്റിൽ വായിച്ചാണ്. ദീമകെ ഹമാരാ സ്വാഭാവിക ആഹാർ നഹീ ഹെ और उनके लिए अपने पंख तो हरगिज नहीं दिया जा सकता. അതുപോലെ ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷി ബഡേ ഹി ഗർവ് സെ അപ്നാ മുഹ് ദൂസരി ഓർ കർ ലിയ. ഇത് നാം പാഠത്തിൽ പഠിച്ച ഭാഗമാണ് അല്ലേ. ഇവിടെ നോക്കൂ, മുഹ് ദൂസരി ഓർ കർ ലിയ എന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥം എന്താണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്വീകാർ കർണ. സ്വീകാർ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമ്മതിക്കുക. പിന്നെയോ രണ്ടാമത്തെ ഖ തിരസ്കാർ കർണ, നിരസിക്കുക. പ്രാപ്ത് കർ ലിയ, പ്രാപ്ത് കർ ദെൻ സന്ദേഹ കർ ലിയ, അത് സ്വീകരിച്ചു. പിന്നെന്താണ്? അതിന് സംശയം പ്രകടിപ്പിച്ചു. ഇവിടെ നമുക്ക് ഉറപ്പായിട്ട് പറയാം ആൻസർ എന്താണ്? തിരസ്കാർ കർണ അല്ലേ. അപ്പോൾ തന്നെ മുഖം തിരിച്ചു അല്ലേ. ദൂസരി ഓർ മുഹ് ദൂസരി ഓർ കർ ലിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞല്ലോ, മുഖം തിരിച്ചു കളഞ്ഞു. അതായത് നാം അതിനെ തീർത്തും അവൻ നിരസിച്ചു. പിതാനെ പക്ഷിക്കോ ക്യാ സമജായ. അച്ഛൻ പക്ഷിയോട് എന്താണ് പറഞ്ഞു മനസ്സിലാക്കിയത്? पिता ने पक्षी को समझाया कि दीमक हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिया जा सकते. ഇതാണ് പിതാവ് പക്ഷിയോട് പറഞ്ഞു മനസ്സിലാക്കിയത് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷി अपने पंख देकर दीमकें खरीदता. പക്ഷി के इस व्यवहार पर आपका विचार क्या है? പക്ഷിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ, ഈ ഒരു ബിഹേവിയറിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിചാരം എന്താണ്? അപ്പം നമുക്ക് പറയാൻ സാധിക്കും എന്താണ്? പക്ഷി ബിനാ സോച്ച് സമച്ചേ നിർണയ ലേനെ വാലാഥ. പക്ഷി ശരിക്കും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു പക്ഷിയായിരുന്നു അല്ലേ. വഹ് പരിശ്രമം കർണ നഹീൻ ചാഹത്ത. അവൻ എന്ത് ചെയ്യുന്നു? പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അവൻ എന്താണ് ചെയ്യുന്നത്? ഉസേ അപ്പിനെ ഭവിഷ്യക്ക് അസ്തിത്വക്ക് സംബന്ധ കോയി ചിന്ത. വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചോ ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമോ എന്നോ ഒന്നും ചിന്തിക്കാതെയാണ് പക്ഷിയുടെ എടുത്തുചാട്ടം ഇവിടെ കാണുന്നത്. അവൻ സുഖത്തെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നു. വരും ഭാഗത്ത് അവൻ എന്താണ് സംഭവിക്കുന്നത് ചിന്തിക്കുന്നില്ല അല്ലേ. ആകെ ചലേ. അപ്പോൾ ടീച്ചർ ഇവിടെ പറഞ്ഞ 3 ആൻസേഴ്സുമാണ് ഇവിടെ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതേ സെയിം ആൻസേഴ്സാണ്, അത് നോക്കി മനസ്സിലാക്കുക. नेक्स्ट नोकू मकले, फिर एक दिन एकाएक एक गाड़ी वाला दिखाई दिया. पक्षी को बड़ी खुशी हुई. उसने पुकार कर कहा, गाड़ी वाला, वो गाड़ी वाला, നോക്കൂ, मैं कब से तुम्हारा इंतजार कर रहा था. പക്ഷി കാത്തിരുന്ന ലാസ്റ്റ് ആ ഒരു സന്ദർഭമാണ് പറയുന്നത്. കണ്ടപ്പോൾ പക്ഷി വളരെ സന്തോഷത്തോടു കൂടിയാണ് അല്ലേ. കാരണം അപ്പോൾ ആ പക്ഷിയുടെ മനസ്സിലൊരു ചെറിയ പ്രതീക്ഷ അവശേഷിക്കുന്നു, തിരിച്ചെനിക്ക് ചിറക് കിട്ടുമെന്ന്. അത് ഈ സംസാരത്തിൽ നമുക്ക് കാണാം. ഗാഡി വാലേ ഗാഡി വാലേ, ഓ ഗാഡി വാലേ, मैं कब से तुम्हारा इंतजार कर रहा था. ഒരല്പം സന്തോഷത്തോടു കൂടിയാണ് ആ ശബ്ദം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗാഡിവാല ദേഖോ मैंने कितनी सारी दीमकें जमा कर ली है. गाड़ीवाला पक्षी के बाद समझ नहीं आई. उसने फिर सिर्फ इतना कहा तो मैं क्या करूं. അതിന് ഞാൻ എന്ത് വേണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ പ്രസംഗം നമ്മുടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള അനുരൂപ താലികാക്കി പൂർത്തിക്കരെ. അപ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു താലിക, ഈ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. രണ്ടാമത് ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ഉള്ളതാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കഹാനിക്ക് ഈസ് അംശുപ് കെ ആധാർ പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖി. അപ്പോൾ ഈ ഒരു ഭാഗം വച്ചുകൊണ്ട് ഒരു സ്ക്രീൻ പ്ലേ
കമ്പോസ് ചെയ്യുക. അതോടൊപ്പം നിരാശ് പക്ഷി അപ്പിനെ പിതാസെ മില ഈസ് പ്രസംഗ പർ പക്ഷി और पिता के बीच का वार्तालाप लिखे. അപ്പോൾ ഇല്ലെങ്കിൽ നിരാശനായ പക്ഷി അപ്പിനെ സ്വന്തം അച്ഛനെ കണ്ടു, അച്ഛനും പക്ഷിയും തമ്മിലുള്ള ഒരു സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. നോക്കൂ, സ്ഥാൻ സ്ഥലം, പഹാഡി ഇലാക്ക, സമയ് ദോപഹർ കെ 2 ബജെ. അടുത്തത് സംഭവം. ഒന്നാമത്തെ ഇതെന്തായിരുന്നു? ഘടനയിലെ ഒന്നാമത്തേത് എന്തായിരുന്നു? ധോക്കേബാജി കോ ദേഖ് കർ നിരാശ് ഹോന. ധോക്കേബാജി മാനെ അവിടെ അവനെ ചതിച്ച ആളിനെ കണ്ട് നിരാശനാവുക. അവിടെ കഥാപാത്രങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു? പക്ഷിവാല, നൗജവാൻ പക്ഷിയും പിന്നെ പക്ഷി കണ്ടത് ആരായിരുന്നു? ധോക്കേബാജി ആരായിരുന്നു? ഗാഡിവാല അല്ലേ? ഇനി രണ്ടാമത്തെ, ഇവിടെ സ്ഥാൻ മാറുന്നില്ല, സമയവും മാറുന്നില്ല, ഒരേ സമയത്താണ് അത് സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും സെയിം തന്നെയാണ്. അടുത്തെന്താണ്? ഘടന. ഘടന കോയേ ഹുയ അസ്തിത്വക്കോ ഫിർസെ പാനേക്ക് കോശിഷ്. നഷ്ടപ്പെട്ട അസ്തിത്വത്തെ വീണ്ടും തിരിച്ചെടുക്കാനുള്ള പാവം പക്ഷിയുടെ ഒരു പരിശ്രമം. ഇവിടെയും കഥാപാത്രങ്ങൾ നൗജവാൻ പക്ഷിയും ഗാഡിവാലയുമാണ് അല്ലേ? ഇനി അതാണ് ആദ്യത്തെ ടേബിൾ. അപ്പോൾ നാം കംപ്ലീറ്റ് ചെയ്തു. ഇനി പട്കഥ, രണ്ടാമത്തെ സ്ക്രീൻ പ്ലേ ആണ്. നോക്കൂ, അതിൽ ദൃശ്യവും സംവാദവുമാണ് നാം കൊടുക്കുന്നത്. ദൃശ്യ സ്ഥാൻ നമുക്ക് ആദ്യത്തേൽ അതേപോലെയാണ്. സ്ഥാൻ പഹാഡി ഇലാക്ക, സമയം എന്താണ്? ദോപഹർ കെ 2 ബജെ, ഠേർ കെ ഠേർ ദീമകെ. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ദൃശ്യത്തിൽ നമുക്ക് കാണാം, നമ്മുടെ പക്ഷി എന്ത് ചെയ്തിരിക്കുന്നു? കൂമ്പാരമായിട്ട് ദീമകെ, ചിതലുകളെ കൂട്ടി വച്ചിരിക്കുകയാണ്. എല്ലാം ശേഖരിച്ചങ്ങനെ പക്ഷി ഗാഡിവാല വണ്ടിക്കാരനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷി ഇവിടെ നോക്കൂ, ജമാക്കർ ഏക്ക് നൗജവാൻ പക്ഷി കിസിക്ക ഇന്തസാർ കർ രഹാ. ഈ ചിതലുകളെല്ലാം കൂട്ടിവെച്ച് പക്ഷി എന്ത് ചെയ്യുന്നു? ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതാണ് നാം കാണുന്ന ദൃശ്യം. ഏക്ക് ബൈൽഗാഡിവാല ആത്താഹെ. ദൂരെ നിന്നും ഒരു കാളവണ്ടിക്കാരൻ വരുന്നു. ഗാഡിമേ ബെഡേ ബെഡേ ബോരേഹിം. വണ്ടിയിൽ ധാരാളം വലിയ വലിയ ചാക്കുകെട്ടുകളുണ്ട്. ബോരെ ഫർ ദീമകേഹിം. അതുപോലെ ആ ചാക്കുകെട്ടുകളിലെല്ലാം ദീമകയുമാണ്. ഇനി സംഭാഷണം. പക്ഷി ബഡി ഖുഷി കെ സാത്ത്. നാം കണ്ടു ആദ്യത്തെ സെന്റൻസ് പക്ഷി പറയുന്നത് വളരെ സന്തോഷത്തോടു കണ്ട്. ഗാഡിവാലേ, ഓ ഗാഡിവാലേ, मैं कब से तुम्हारा इंतजार कर रहा हूँ. वह गाड़ीवाला पहचानी आवाज सुनकर रुकता है. गाड़ीवाला നിൽക്കുന്നു. देखो मैंने कितनी सारी दीमकें जमा कर ली है. നോക്കൂ, ഞാൻ എത്രയധികം ചിതലുകളാണ് ഇവിടെ കൂട്ടിവച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. അതേസമയം ഗാഡിവാലയുടെ ക്വസ്റ്റ്യൻ എന്താ? തോമേ ക്യാ കരൂ. അതിന് ഞാനെന്ത് വേണം? ഓക്കെ, അപ്പോൾ ആ പട്കഥ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഒരു വാർത്താലാപ, പക്ഷിയും അച്ഛനും തമ്മിലുള്ള ഒരു വാർത്താലാപ കൂടി നോക്കാം. പക്ഷി നിരാശനായി പറയുകയാണ്. പിതാജി, ബേട്ട ക്യാ ഹുവ, തൂ ഇത്തിനെ നിരാശ് ക്യോം. നീ എന്താ ഇത്ര നിരാശനായി കാണപ്പെടുന്നത്? പക്ഷി, മുझे अपनी गलती मालूम हुई. എനിക്ക് എൻ്റെ തെറ്റു മനസ്സിലായി. ठेर के ठेर दीमकें देखकर भी वो गाड़ी मेरे पंख वापस नहीं देता. ഇത്രയും കൂട്ടിവെച്ച് ഇത്രയും ചിതലുകൾ കൊടുത്തിട്ടും, നമ്മുടെ അതിനെ കാണിച്ചിട്ട് പോലും ഗാഡിവാല എനിക്ക് എന്ത് തന്നില്ല? ചിറകുകൾ തിരിച്ച് തന്നില്ല. ഇത്രയും ചിതലുകൾ ഞാൻ കൂട്ടിവെച്ച് കൊടുത്തിട്ടും എനിക്ക് ചിറകുകൾ ഗാഡിവാല വണ്ടിക്കാരൻ തന്നില്ല. പിതാ, ബേട്ട മേനെ പകലേ തുംസെ കഹാ ഹേന. ഞാൻ ആദ്യമേ നിന്നോടിത് പറഞ്ഞിരുന്നതല്ലേ മോനെ. ഹം പക്ഷിയോം കേലേ പങ്ക അസ്തിത്വക്ക നിശാനഹി. നാമാകുന്ന പക്ഷികൾക്കെല്ലാം, ഞങ്ങൾ പക്ഷികൾക്കെല്ലാം, എനിക്കായാലും നിനക്കായാലും എന്താണ്? ചിറകുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടയാളമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ അടയാളമാണ് ഈ ചിറകുകൾ. ഉസേ നഷ്ടമത് കർണ. ഒരിക്കലും അതിനെ നഷ്ടപ്പെടുത്തരുത്. പക്ഷി, മാഫ് കീജിയെ പിതാജി. എന്നോട് ക്ഷമിക്കൂ പിതാജി. अब मैं सब कुछ समझता हूँ. ഇപ്പം ഞാൻ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. मैं उस गाड़ी के प्रलोभन में पूरी तरह फंस गया. ഞാൻ ആ വണ്ടിക്കാരൻ്റെ പ്രലോഭനത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കുടുങ്ങിപ്പോയി. ഫസ് ഗയ, അതിനകത്ത് അകപ്പെട്ടു പോയി. പിതാ, തൂനെ താൽക്കാലിക ലാഭ് കെ ലിയെ അപ്നെ അസ്തിത്വക്കെ നഷ്ട കർ ദിയ. മോനെ, നീ താൽക്കാലികമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ നിലനിൽപ്പ് നഷ്ടപ്പെടുത്തിയത്. പക്ഷി, അബ് ക്യാ കരൂമേ, ഞാൻ ഇനി എന്തു വേണം? പിതാ,
ബേട്ട തൂനെ തോഖ ഖായ ഹെ, നീ ചതിക്കപ്പെട്ടിരിക്കുന്നു, നീ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ബഗൈർ മെഹനത്ത് സെ ആസാനി സെ കുച്ച് നഹി പാ സക്തെ, നമ്മൾ എപ്പോഴും എന്താണ് പരിശ്രമിക്കണം, അല്ലാതെ ആസാനീസ് എളുപ്പത്തിൽ ഒന്നും നമുക്ക് നഹി പാ സക്തെ നേടാൻ സാധിക്കില്ല. ഹമേ അപ്നെ ഭവിഷ്യ और अस्तित्व के संबंध में हमेशा चिंता रखना चाहिए. അതുപോലെ ഹമേ നമുക്ക് എപ്പോഴും അപ്നെ ഭവിഷ്യ നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ചും എപ്പോഴും ചിന്തിക്കണം. അത് ചിന്തിക്കാൻ നാം എടുത്തു ചാടരുത്. നോക്കൂ മക്കളെ, നെക്സ്റ്റ് फिर उसने सोचा कि, അടുത്ത എക്സസൈസ് ആണ്. फिर उसने सोचा कि आसमान में उड़ना ही वसूल है, वो मूर्खों का काम है. उसकी हालत यह थी कि अब आसमान में उड़ ही नहीं सकता. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷിക്ക് ചരിത്രക്കെ സംബന്ധ സഹി പ്രസ്താവ് ചുൻകർ ലിഖി. ഇവിടെ പക്ഷിയുടെ പക്ഷിയുടെ സ്വഭാവത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നാം തിരഞ്ഞെടുക്കുക. പക്ഷി അപ്നി ഗലത്തിയോं पर सफाई खोजने वाले हैं. പക്ഷി അപ്നി ഗലത്തിയോं का स्वीकार करने वाले हैं. പക്ഷി അപ്നി ഗലത്തിയോं को छुपाने वाला है. പക്ഷി അപ്നി ഗലത്തിയോं को फुलाना वाला है. ഇവിടെ പക്ഷിയുടെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ പറയുകയാണ്. പക്ഷി അപ്പിനെ ഗലത്തിയോം പർ സഫായി ഖോജിനെ വാലാ ഹെ. പക്ഷി തൻ്റെ തെറ്റുകളിലെ എന്ത് ചെയ്യുന്നു, ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തത് എന്താണ്, പക്ഷി അപ്പിനെ ഗലത്തിയോം കോ സ്വീകാർ വർണ്ണെ വാലാ ഹെ. പക്ഷി എന്ത് ചെയ്യുന്നു, തൻ്റെ തെറ്റുകൾ സ്വീകരിക്കുന്നു. പക്ഷി അപ്പിനെ ഗലത്തിയോം കോ ഛുപാനെ വാലാ ഹെ. പക്ഷി തൻ്റെ തെറ്റുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു. പക്ഷി അപ്പിനെ ഗലത്തിയോം കോ ഫുലാന വാലാ ഹെ. പക്ഷി തൻ്റെ തെറ്റുകൾ മറക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് ആൻസർ മനസ്സിലാക്കാം. പക്ഷി അപ്പിനെ ഗലത്തിയോം പർ സഫായി ഖോജിനെ വാലാ ഹെ. അപ്പോൾ പക്ഷി എന്ത് ചെയ്യുന്നു, അവസാനം തൻ്റെ തെറ്റിൻ്റെ ഇത് അന്വേഷിച്ചിരിക്കുന്നു, പക്ഷേ അവന് തിരുത്താൻ സാധിക്കുന്നില്ല. നോക്കൂ, ആശയിക്ക വിസ്താർ കർക്ക് വാക്യ പിരമിഡ് പൂർത്തീകരി. അപ്പോൾ ഈ ആശയങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ആശയത്തിനനുസരിച്ച് ഈ പിരമിഡ് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റിൽ തന്നിട്ടുണ്ട് ഉടന അസംഭവ് ബെൻഗയ. പിന്നെ 2 ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാൻ. ലാസ്റ്റിൽ നൗജവാൻ പക്ഷി കെ ലിയെ നീലെ ആസ്മാൻ മേ ഉടന അസംഭവ് ബെൻഗയ അല്ലേ. അപ്പം നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നോക്കൂ മക്കളെ, പക്ഷി അപ്പിനെ ഇതിൽ ആദ്യത്തെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷി അപ്പിനെ ഗലത്തിയോം പർ സഫായി ഖോജിനെ വാലാ ഹെ. ദെൻ സെക്കൻഡ് വൺ കണ്ടോ, ഈ 3rd ലൈൻ നമുക്ക് കിട്ടിയ 2 ലൈനും എഴുതാൻ എളുപ്പമാണ്. കാരണം നോക്കൂ, ഇവിടെ ഉടന അസംഭവ് ബെൻഗയ അല്ലേ, ഉടന അസംഭവ് ബെൻഗയ അല്ലേ. ഇനി നോക്കൂ, അടുത്തത് എങ്ങനെയാണ് എഴുതേണ്ടത്, തൊട്ടും ഫ്രണ്ടിൽ അതിന് തൊട്ടും മുൻപിൽ വരുന്ന നീലെ ആസ്മാൻ വരും അല്ലേ. നീലെ ആസ്മാൻ മേ ഉടന അസംഭവ് ബെൻഗയ. ഇനി അതിന് മുകളിൽ എന്ത് വരും, ആസ്മാൻമേം. നോക്കൂ, ആസ്മാൻമേ ഉടന, ഇവിടെ എന്ത് ചെയ്യും, ആ നീലെ മാറിയിട്ട് ആസ്മാൻമേം ഉടന. മനസ്സിലായല്ലോ. അപ്പോൾ എഴുതുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി എഴുതണം. തൊട്ടും മുമ്പ് ഈ 2 ലൈനും കൂടെ ചേർത്ത് വരും. അടുത്തതിൽ വരുമ്പോൾ നീലെ കട്ട് ചെയ്തിട്ട് ബാക്കി ആസ്മാൻമേ ഉടന അസംഭവ്, അതായത് ഉടന അസംഭവ് ബെൻഗയ, പറക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറി. ആസ്മാൻമേ ഉടന അസംഭവ് ബെൻഗയ, ആകാശത്ത് പറക്കുന്നത് ബുദ്ധിമുട്ടായി മാറി. നീലാകാശത്തിൽ പറക്കുന്നത് ബുദ്ധിമുട്ടായി മാറി. നൗജവാൻ പക്ഷിക്ക് ലിയെ, യുവാവായ പക്ഷിക്ക് നീലാകാശത്ത് പറക്കുന്നത് സാധിക്കാതെ വന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റിൽ എക്സസൈസ് നോക്കാം. നമൂനയ്ക്ക് അനുസാർ കഹാനി സെ പ്രസംഗവും കോ ചുൻകർ ലിഖി. അപ്പോൾ തന്നിരിക്കുന്ന ഈ മോഡലിൽ നിന്ന് നമുക്ക് ഈ കഥയുടെ നടക്കുന്ന ആ ടൈമിന്, സന്ദർഭത്തിന്, സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കൊന്ന് എഴുതാം. ആദ്യത്തെ തന്നിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റിലുണ്ട്. അലസതാപൂർവ്വ കാര്യ കന്ന നൗജവാൻ പക്ഷി കോ ലഗ യഹ് ബഹുത് ബഡി സുവിധാ ഹെ കി ഏക് ആദ്മി ദീമകോം കോ ബോരോ മേ ഫർക്കർ ബേച്ച് രഹാ ഹെ അല്ലേ. അപ്പോൾ അലസത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അടയാളമായിരുന്നു അത് അല്ലേ. ആ ഒരു സന്ദർഭം, പ്രസംഗ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അതാണ്. അടുത്ത നോക്കൂ, താൽക്കാലിക ലാഭ് കെ ലിയെ അസ്തിത്വ നഷ്ടകർണ. അടുത്ത
ബിഹേവിയർ, അടുത്ത രീതി എന്തായിരുന്നു നമ്മുടെ പക്ഷിയുടേത്? താൽക്കാലികമായ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നു. അതെന്താണ് ആദ്യമായിട്ട് പക്ഷി ചെയ്യുന്നത്? ഗാഡി വാലോക്കോ ഏക പങ്ക് ദേക്കർ ദോ ദീമകേം ഖരീദ് ലേത്താ ഹെ. പക്ഷിക്ക് ഒരു ചിറക് കൊടുത്ത് 2 ചിതല് വാങ്ങിക്കുന്നു. അതാണ് ആദ്യമായിട്ട് പക്ഷി ചെയ്യുന്ന എന്താണ് താൽക്കാലിക ലാഭത്തിന് പക്ഷി ആദ്യം ചെയ്യുന്ന കാര്യം അല്ലേ? ഇനി നോക്കൂ, അടുത്തത് എന്താണ് മക്കളെ? ബെഡോം കി ബാത്തോം കോ ബിനാ സൂച്ച് ബൂച്ചിക്കെ ധിക്കാർന. മൂത്തവരുടെ പ്രായമായവരുടെ വാക്കുകൾ കേൾക്കാതെ എന്ത് ചെയ്യുന്നു? അതിനെ എതിർത്ത് പെരുമാറുക. അവരുടെ സൂച്ചുബൂച്ച, അവരുടെ ഉപദേശങ്ങളെ എതിർക്കുക. അതെന്തായിരുന്നു? അത് ടീച്ചർ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞു അല്ലേ? അച്ഛൻ പറയുന്ന സമയത്ത് മൂ ദൂസരി ഓർ കർലിയ, നൗജവാൻ പക്ഷിനെ ബഡി ഗർവ്വസെ അപ്പിനെ മൂ ദൂസരി ഓർ കർലിയ. അടുത്ത എന്താണ്? പ്രലോഭൻമേ പൂരി തര ഫസ് ജാന. പ്രലോഭനത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? വീണു പോവുക. അതെന്താണ്? അബ ഉസ് ന ദൂസരെ കീടെ അച്ഛേ ലഗത്തെ. ഇപ്പം അവന് മറ്റൊന്നും ഇഷ്ടമല്ല. എന്താണ്? കേവൽ ദീമകോം കാ ഷോക്ക് അല്ലേ? അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അതാണ് ഇപ്പോഴത്തെ അവൻ്റെ പ്രലോഭനത്തിൽ അവൻ കംപ്ലീറ്റ് വീണുപോയി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ അതാണ്. നെക്സ്റ്റ്, അപ്പനെ ഗലത്തിയോം പർ സഫായി ഖോജിന. തൻ്റെ തെറ്റുകളെ കുറിച്ച് തിരിച്ച് മനസ്സിലാക്കുന്ന ഒരു ഉസ്നെ സോച്ചാക്കി ആസ്മാൻമേം ഉഡിനാഹി ഫിസൂൽഹി. അവന് ഒരു തെറ്റ് പറ്റി. ആ തെറ്റ് പറ്റിയതിനെ എന്ത് ചെയ്യുന്നു? ശരിയാക്കാൻ ശ്രമിക്കുന്നു അല്ലേ? അപ്പോൾ അവന് പറ്റിയ തെറ്റിന് തെറ്റാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ അവൻ തയ്യാറല്ല. ചിലരൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ സാധൂകരിക്കാൻ നോക്കൂലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഗലത്തിയോം പർ സഫായി ഖോജിന, തെറ്റിനെ സാധൂകരിക്കുക. അതാണ് നാം ഇവിടെ ഒരു പക്ഷിയുടെ സ്വഭാവം ഒരു ഓപ്ഷനിൽ നിന്ന് എഴുതിയതും അതാണ്. സ്വന്തം തെറ്റിനെ സാധൂകരിക്കുക. ഉസ്നെ സോച്ചാക്കി ആസ്മാൻമേ ഉടിനാക്കി ഫിസൂലിഹി. അവൻ പറയുന്നത് എന്തിനാണ്? ഈ ആകാശത്തൊക്കെ പറക്കുന്ന മണ്ടന്മാരുടെ ജോലിയാണ്. മൂർഖോം കാ കാംക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞു. അതൊക്കെ വ്യർത്ഥമാണ്. ഫിസൂൽ, അത് വ്യർത്ഥമാണെന്ന് പറയുന്നു. അടുത്ത് നോക്കൂ മക്കളെ, खोए हुए अस्तित्व को फिर से पाने की कोशिश करना. പോയ അസ്തിത്വത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം. खूब मेहनत से मिनसे दियम. അത് നമുക്കറിയാം. പാവം അതിനെല്ലാം നമ്മുടെ ദീമകയൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു രംഗം. തോക്കെ ബാജിക്കോ പഹച്ചാൻകർ നിരാശാകുന്ന. അവസാനം ചതിക്കപ്പെട്ടവനെ മനസ്സിലാക്കുന്ന ഒരു ലാസ്റ്റിലെ വ്യവഹാർ അല്ലേ? അപ്പോൾ എന്താണ്? ഗാഡിവാല പോകുന്നു, പക്ഷി ചട്പടാക്കൻ്റെ പക്ഷി അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അവിടെ അവന് എല്ലാം നഷ്ടപ്പെടുന്നു. പക്ഷി ഓർ ദീമ കഹാനി കിൻ കിൻ കാ പ്രതിനിധിത്വ കർത്ത. ഇവിടെ ഏതൊക്കെ ഓരോരുത്തരും എന്തിനൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഗാഡിവാല വ്യാപാരിയെയും, പക്ഷി നൗജവാനെയും, ദീമക് പ്രലോഭൻ പങ്ക് അസ്തിത്വവും, ബില്ലി ശോഷകിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇനി നോക്കൂ, പക്ഷിക്ക് ചരിത്രഗത വിശേഷണം കാ വിശ്ലേഷണം കരെ ടിപ്പണി ലിഖി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഗജാനൻ മുക്തിബോധ് കി കഹാനി ഹെ പക്ഷി ഓർ ദീമക്. ഇസ്കാ കേന്ദ്ര കഥാപാത്ര ആരാണ്? നൗജവാൻ പക്ഷിയാണ്. വഹ് ബഹുത് ഊഞ്ചായി പർ ഉടിനെ വാലെ പക്ഷിയോം സെ ഏക് ഹെ. ഇത് വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളിൽ ഒരാളാണ്. ലേക്കിൻ ഏക് നൗജവാൻ പക്ഷി സ്വഭാവ് സെ ആലസി. എന്ന അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്? അവൻ ആലസിയാണ്, മടിയനാണ്. വഹ് ബഗൈർ മെഹനത്ത് സെ പ്രിയ ഭോജൻ മിൽന ചാത്ത ഹെ. അവൻ കഷ്ടപ്പെടാതെ നല്ല ആഹാരം കിട്ടാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലിയെ ഉസെ ഗാഡിവാല സെ ദോ ദോമ്യകയും ഖരീദ്നെ ഓർ ഏക് പങ്ക് ദേനേക്ക് ബെഡി ആസാനി മാലും ഹുയി. ഒരു ചിറക് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പറന്നെഴുതിയിരിക്കുന്നത് ചിറകാണ് കേട്ടോ മക്കളെ. പങ്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ദീമകയും വാങ്ങിക്കുന്നു. അങ്ങനെ ഭവിഷ്യത്തെയും അസ്തിത്വത്തെയും കുറിച്ച് ഒരു ചിന്തയുമില്ല. അപ്പിനെ പിതാക്കി ബാത്തോം കോ ബിനാ സോച്ചുബൂച്ച് ധിക്കാർത്താഹെ. അച്ഛൻ്റെ വാക്കുകളെ ധിക്കരിക്കുന്നു. അതുപോലെ അപ്പിനെ അവസാനം ഗലത്തി സമജ്താഹെ, തെറ്റ് മനസ്സിലാക്കുന്നു. അപ്പോഴത്തേക്ക് അവനെല്ലാം നഷ്ടമാകുന്നു. ഫിർഫി ഖോയെ ഹുയെ, പിന്നെയും നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ അവന് അവസാനം ഒരു ശ്രമം നടത്തുന്നു. അപ്പോഴും അവൻ എന്ത് ചെയ്യുന്നു? തോക്കാ ഖാത്താഹെ, ചതിക്കപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? വണ്ടിക്കാരനെ വഞ്ചകനെ മനസ്സിലാക്കുന്നു, അവൻ്റെ ചതി മനസ്സിലാക്കുന്നു, പക്ഷെ നിരാശനാകുന്നു. നൗജവാൻ പക്ഷി ബിനാ സോച്ചെ സമച്ച്, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എന്ത് ചെയ്യുന്നു? പ്രലോഭനങ്ങളിൽ വീണുപോകുന്ന ഇന്നത്തെ തലമുറയുടെ, ഇന്നത്തെ യുവവർഗത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ ജിഹാം, നമ്മുടെ
പക്ഷി. ഇനി നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം, കണ്ട ഉസ്കെ ഇവിടെ ഈ സെൻറ്റൻസ് തന്നിട്ട് രേഖാങ്കിത ശബ്ദവും പർ ധ്യാൻ ദേ, ആ ഒരു അണ്ടർലൈൻ കൊടുത്തിരിക്കുന്ന വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കും. ഏ ശബ്ദ കൈസേ ബനെ, ഇതെങ്ങനെ ഈ ശബ്ദം, ഈ വേർഡ് ഉണ്ടായി. ക്യാ ഇൻക വിഭാജൻ സംഭവ ഹെ, ഈ വാക്കിനെ നമുക്ക് വിഭജിക്കാൻ, രണ്ടാക്കുവാൻ സാധിക്കുമോ. തോ കൈസേ, അതെങ്ങനെയാണ്. അപ്പം നമുക്ക് ഇത് പറയാം. ഇതെന്ന് പറഞ്ഞാൽ മക്കളെ, സർവനാമം കെ സാത്ത് പരസർഗ കെ योग से ये शब्द बने हैं. സർവനാമങ്ങൾ, സർവനാമം എന്താണ്? പ്രോനൗൺ അല്ലെ, നൗണിന് പകരം, നാമത്തിന് പകരം. ഇപ്പം നിങ്ങളെക്കുറിച്ച്, ഇപ്പം നിങ്ങളുടെ പേരുകൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, അവനെന്നോ അവളെന്നോ പറഞ്ഞല്ലേ, എപ്പോഴും പേരുകൾ ആവർത്തിക്കില്ല. അപ്പം അങ്ങനെ പകരം വരുന്നതാണ് സർവനാമങ്ങൾ. അപ്പോൾ ആ സർവനാമത്തോടൊപ്പം പരസർഗം കൂടി യോജിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ തന്നിരിക്കുന്ന ഓരോ വാക്കുകളും. അപ്പോൾ ഇതിനെ വിഭജിക്കാൻ സാധ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും, ഇത് നിങ്ങൾ നന്നായിട്ട് ബൈ ഹേർട്ട് ചെയ്ത് തന്നെ പഠിച്ച് മനസ്സിലാക്കുക. ഉസ്കെ എന്ന് പറഞ്ഞാൽ വഹ് പ്ലസ് കെ, വഹ് പ്ലസ് കെ, അതായത് അവൻ്റെ, അവൻ പ്ലസ് എ, അവൻ്റെ. ഓക്കെ. ഉസ്നെ എന്ന് പറഞ്ഞാൽ വഹ് പ്ലസ് നെ, വഹ് പ്ലസ് നെ. അപ്പം നിങ്ങൾ ചോദിക്കും യഹ് പ്ലസ് കെ എന്ത് വരും? യഹ് പ്ലസ് കെ എന്ന് പറഞ്ഞാൽ ഈസ്കെ എന്നും വരും. യഹ് പ്ലസ് നെ ആണെങ്കിൽ ഈസ്നെ എന്നും വരും. ഓക്കെ. അപ്പോൾ ഇത് അടുത്ത് നോക്കൂ, ഹമാര, ഹ പ്ലസ് ക, ഹമാര. ഉൻകെ, വേ പ്ലസ് കെ. അപ്പോൾ ഇവിടെ ഉസ്കെ വന്നപ്പോൾ വഹ് പ്ലസ് കെ, ഉൻകെ എന്ന് വന്നപ്പോൾ വേ പ്ലസ് കെ. വഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ, വേ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആൾക്കാർ. ഓക്കെ. ഒന്നൊരു ടേബിൾ കൂടി നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. പുരി ഇക്കായിസെ ഏക് ബാർ ഓർ ഗുസറേ, ഈ കംപ്ലീറ്റ് ഈ യൂണിറ്റിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം. അതിൽ നിന്നും കുറച്ച് പരസുക്ത ശബ്ദവും കുറച്ച് പരസർഗങ്ങൾ ചേർന്നിട്ടുള്ള വാക്കുകളെ പരിചയപ്പെടാം. നോക്കൂ, ഉസ്കെ, ഉസ്കെ എന്ന് പറഞ്ഞാൽ വഹ് പ്ലസ് കെ ആണ്. ഉൻകി, വേ പ്ലസ് കി. ഉസ്മേ, വഹ് പ്ലസ് മേ. ഉസ്നെ, വഹ് പ്ലസ് നെ. ഹമാര, ഹം പ്ലസ് ക. ഉൻകെ, വേ പ്ലസ് കെ. ഉസ്ക, വഹ് പ്ലസ് ക. ഉസ് പർ, വഹ് പ്ലസ് പർ. ഉസെ, വഹ് പ്ലസ് കോ. അല്ലെങ്കിൽ അതിനെ ഉസ്കോ എന്നും പറയാം, ഉസെ എന്നും പറയാം. തുമാര, തും പ്ലസ് ക, തുമാര. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആയിരുന്നു. കണ്ട് മനസ്സിലാക്കുക. എല്ലാം മനസ്സിലായി ഇഷ്ടപ്പെട്ടാൽ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയ മക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബെച്ചോ, ധന്യവാദം.